direct election, indirect election. What is direct method? The people represent. Okay. The people are directly participate in the election process is called as a direct election. What is an indirect election? People are indirectly participate in the election, that is called as an indirect election. എന്തൊക്കെയാണ് indirect election example എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടുന്ന് ക്ലാസ് ലീഡറെ തിരഞ്ഞെടുത്തില്ലേ? നമ്മളെല്ലാവരും കൂടിയിട്ടല്ലേ, നിങ്ങളെല്ലാവരും കൂടിയല്ലേ ക്ലാസ് ലീഡറെ തിരഞ്ഞെടുത്തത്? ആ ക്ലാസ് ആ ഇലക്ഷൻ എന്തെന്ന് പറയുന്നു? ഡയറക്റ്റ് ഇലക്ഷൻ. നമ്മളെല്ലാവരും ഇൻക്ലൂഡ് ചെയ്ത് നടത്തുന്ന ഇലക്ഷൻ ആണ് ഡയറക്റ്റ് ഇലക്ഷൻ. അതാണ് നമ്മൾ ക്ലാസ് ലീഡറെ തിരഞ്ഞെടുത്തു. ഇവിടെ തിരഞ്ഞെടുത്ത ക്ലാസ് ലീഡർ പിന്നീട് സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കാൻ പോയില്ലേ? അപ്പൊ ആ ഇലക്ഷൻ എന്തെന്ന് പറയുന്നു? ഇൻഡയറക്റ്റ് ഇലക്ഷൻ. നമ്മള് റെപ്രസെന്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച റെപ്രസെന്റേറ്റീവ് ചെന്ന് വേറെ റെപ്രസെന്റേറ്റീവിനെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനെയാണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ഷൻ എന്താണ്, മെത്തേഡ്സ് ഓഫ് ഇലക്ഷൻ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. എന്തായിരിക്കും ഈ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ? ആ വേർഡ് തന്നെയാണ് എന്താണ്? നമ്മുടെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഫ്രീയും ഫെയറും ആയിരിക്കണം അല്ലേ? എന്താണ്? നീതിപൂർവവും സ്വാതന്ത്ര്യപൂർവമായ ഒരു ഇലക്ഷൻ ആണ് ഇന്ത്യൻ ജനാധിപത്യം അഥവാ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഫ്രീ ആൻഡ് ഫെയർ നീതിപൂർവവും സ്വാതന്ത്ര്യപരമായിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരിക്കണം ഇന്ത്യയിൽ ഉണ്ടായിരിക്കേണ്ടത്. അത്തരത്തിലുള്ള ഓരോ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഫാക്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്രീ ആൻഡ് ഫെയർ. എങ്ങനെയായിരിക്കണം? നീതിപൂർവവും സ്വാതന്ത്ര്യപൂർവമായ ഇലക്ഷൻ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ഇനി ഇത്തരത്തിൽ നമുക്ക് പറയാം, എപ്പോഴും നമ്മൾ പറയില്ല ഇലക്ഷൻ എങ്ങനെയായിരിക്കണം? ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കണം. അതിന് എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമായിരിക്കും? എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണ്? ഫസ്റ്റ് വൺ ഈസ് ദി യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ്. അപ്പൊ നമുക്ക് എന്താണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് വെച്ചാൽ? വോട്ട് ചെയ്യാനുള്ള ഒരു അധികാരം അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ എത്ര പ്രായം പൂർത്തിയായവർക്കാണ് വോട്ട് ചെയ്യാനുള്ള അധികാരം? 18 years അല്ലേ? 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരനും എവിടെ വോട്ട് ചെയ്യാൻ സാധിക്കും? ഇന്ത്യയിലെ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കും. ഈ പിക്ചറിൽ നോക്കി നോക്ക്, ഒരുപാട് ജനങ്ങൾ നിൽക്കുന്നുണ്ട് അല്ലേ? അവിടെ കണ്ടിട്ട് എന്താണുള്ളത്? വോട്ടർ ഐ ഡി ഉണ്ട് അല്ലേ? ഈ വോട്ടർ ഐ ഡി നമുക്ക് കിട്ടണമെങ്കിൽ എന്തൊക്കെ വേണം? 18 വയസ്സ് പൂർത്തിയായെങ്കിൽ മാത്രമേ നമുക്ക് വോട്ടർ ഐ ഡി കിട്ടുള്ളൂ. അപ്പൊ അത്തരത്തില് the right of all adult citizens to vote irrespective of caste, religion, race, language, sex, place of birth, etc. is the universal adult franchise. എന്താണ് universal adult franchise എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതി, മത, വർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ജനങ്ങൾക്കും തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അധികാരത്തെയാണ് എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. അപ്പൊ 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരനും നമുക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതിൽ എന്ത് വ്യത്യാസങ്ങൾ പാടില്ല? കാസ്റ്റ്, റിലീജിയൻ, റേസ്, ലാംഗ്വേജ്, സെക്സ് ഇത്തരത്തിലുള്ള ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ എല്ലാ ജനങ്ങൾക്കും തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള അധികാരത്തെ അല്ലെങ്കിൽ അവകാശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. ഉണ്ടായിരുന്നൊരു ഓടി കളിപ്പിച്ചരാം. The Article 326 of the Constitution refers adult franchise. The minimum age for the right to vote is 21 years till 1989. The 61st Amendment of the Constitution reduced the voting age from 21 to 18. അപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ ഓഡിയോ ശ്രദ്ധിച്ചോ? ഓഡിയോ കേട്ടോ? എന്താ ഓഡിയോ പറയുന്നത്? ഒന്നുകൂടി കേൾക്കണോ? The 61st Amendment, the minimum into effect with the
India on 26th Universal Adult Ghadana Bhedagati Days came into effect with the introduction of Constitution of India on 26th January 1950. The Article 326 of the Constitution refers to the universal adult franchise. The minimum age for the right to vote was 21 years till 1989. The 61st Amendment of the Constitution